മിശിഹായിലെ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇത് നമ്മൾ ധനഹ കാലത്തിൻ്റെ 4-ാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഗലീലയിലെ കാനായിൽ നടക്കുന്ന വിവാഹ വിരുന്നാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രമേയം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ ഭാഗം അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് വിളിക്കപ്പെടുക. രണ്ടാമത്തെ ഭാഗം മഹത്വത്തിൻ്റെ പുസ്തകം എന്നാണ് വിളിക്കപ്പെടുക. ഈ അടയാളത്തിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈശോ പ്രവർത്തിച്ച 7 അടയാളങ്ങളെപ്പറ്റി, 7 അത്ഭുതങ്ങളെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഓരോ അടയാളങ്ങളും ഓരോ വെളിപ്പെടുത്തലുകളാണ് യേശുവിൻ്റെ, മനുഷ്യപുത്രൻ്റെ, മിശിഹായുടെ ഓരോ മേഖലയിലുമുള്ള അധികാരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ. പാപത്തിൻ്റെ മേലുള്ള അവൻ്റെ അധികാരം, ജീവൻ്റെയും മരണത്തിൻ്റെ മേലുള്ള അവൻ്റെ അധികാരം, യഹൂദ നിയമങ്ങളുടെ പ്രമാണങ്ങളുടെ മേൽ അവനുള്ള അധികാരം എന്നിങ്ങനെ പല രീതിയിലുള്ള യേശുവിൻ്റെ അധികാരങ്ങളും ഒടുവിൽ ഈശോ മെഷിഹായാണ് എന്നുള്ളൊരു വലിയ വെളിപാടിലേക്കുമാണ് യോഹന്നാൻ ശ്ലീഹ മെല്ലെ ഈ പുസ്തകത്തിലൂടെ നമ്മൾ നയിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതമായിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുന്നത് ഗലീലയിലെ കാനായിൽ അവൻ പ്രവർത്തിച്ച അത്ഭുതമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തെ സൂചനകളുടെ പുസ്തകം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. കാരണം ഓരോ വാക്കുകളും ഓരോ സൂചനകളാണ്. ഒരു ആരോ പോലെ അത് എന്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഈ ഒരു സുവിശേഷ ഭാഗത്തിലും ഒത്തിരിയേറെ സൂചനകൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമുക്ക് നേരെ വെച്ച് നീട്ടുന്നുണ്ട്. അതിൽ കുറച്ച് സൂചനകളെ നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് 3-ാം ദിവസം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. എന്താണ് ഈ 3-ാം ദിവസം? എന്താണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ 3-ാം ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈബിളിൽ ഉടനീളം ഒത്തിരിയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരാമർശമാണ് 3-ാം ദിവസം എന്നുള്ളൊരു സങ്കല്പം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കരയെ മാറ്റി നിർത്തുന്നതും ജീവൻ്റെ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും ഈ 3-ാം ദിനമാണ്. ആകാശത്തിൻ്റെ അനന്തവിഹായസുകളെ ഭേദിച്ച് ആകാശത്തിൻ്റെ വിരിമാറികൾ തുറന്ന് യഹോവ തൻ്റെ ജനത്തിന് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ വെളിപ്പെടുത്താൻ ഒരുങ്ങുന്നത് ഈ 3-ാം ദിനമാണ്. ഇസ്രായേൽ ജനത്തിന് തൻ്റെ കൽപ്പനകൾ, തൻ്റെ ഉടമ്പടികൾ ദൈവം വെച്ച് നീട്ടുന്ന ദിവസമാണ് 3-ാം ദിവസം. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഈശോ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന ദിനമാണ് 3-ാം ദിനം. ഈശോ തന്നെയും ഉയർത്തെഴുന്നേൽക്കുന്ന ദിനമാണ് 3-ാം ദിനം. എന്നിങ്ങനെ ഒത്തിരിയേറെ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിനമാണ് 3-ാം ദിനം. അങ്ങനെ ഒരു 3-ാം ദിനമാണ് ഈശോ ഈ വിവാഹ വിരുന്നിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും 3-ാം ദിവസത്തിന് ഇവിടെ ഉടമ്പടിയുടെ ദിവസം, ജീവൻ്റെ ദിവസം, ദൈവാവിഷ്കാരത്തിൻ്റെ ദിവസം എന്നിങ്ങനെ ഒത്തിരിയേറെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒരു വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്തിനാണ് ഒരു വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലം ഇവിടെ വെച്ച് നീട്ടുന്നത്. യേശയ്യായുടെ പുസ്തകം 62-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യുവാവ് കന്യകയെ എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും, മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നെ സന്തോഷം കൊള്ളും. വിവാഹത്തിൽ എന്നതുപോലെ ഒരു പവിത്രമായ ഉടമ്പടിയുമായിട്ടാണ് ദൈവത്തിൻ്റെ മിശിഹ ഇന്ന് രംഗപ്രവേശനം ചെയ്യുന്നത്. അതായത് ഇന്നു മുതൽ ദൈവം ആകാശത്തിൻ്റെ ആനന്ദവിഹായസിൽ മറഞ്ഞിരിക്കുന്നവനല്ല, മേഘങ്ങളെ വാഹനമാക്കി ആകാശത്തിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നവനല്ല, മറിച്ച് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് എന്നെയും നിന്നെയും ക്ഷണിക്കുന്നവനായിട്ട് മിശിഹ കടന്നു വന്നിരിക്കുക. രണ്ടാമത്തെ സൂചനയാണ് 120 ഗാലൺ വരുന്ന വീഞ്ഞ്. നിസ്സാരതോതിലല്ല ഈശോ വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ചത്. 120 അല്ലെങ്കിൽ 180 ഗാലൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 600 ലിറ്റർ വീഞ്ഞ്. അതായത് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് മാസങ്ങളോളം കുടിക്കാൻ തക്ക വിധത്തിലുള്ള വീഞ്ഞ്, അബണ്ടൻസ് ഓഫ് വൈൻ, വീഞ്ഞിൻ്റെ ആധിക്യം. എന്താണ് ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മിശിഹ ദാവീദ് ഭവനത്തെ വീണ്ടെടുക്കാൻ വരുമ്പം ഉള്ള അടയാളങ്ങളാണ്. പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. ഇവിടെ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈശോ വളരെ ഡെലിബറേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറച്ചിരുന്ന കൽഭരണികളാണ്. വളരെ ലളിതമായിരുന്ന, നിസ്സാരമായിരുന്ന ശുദ്ധീകരണ കർമ്മം വ്യാഖ്യാനിച്ച് വളരെ കോംപ്ലക്സ് ആക്കി ജനത്തിൻ്റെ മേൽ ഒരു നുകം കണക്കെ വെച്ചു കൊടുക്കുകയാണ് ഫരിസേയരും സദുക്കായരും യഹൂദ നിയമജ്ഞന്മാരും ജനപ്രമാണിമാരും. ഇന്നത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം ദൈവത്തെ വളരെ വിദൂരങ്ങളിലാക്കി കൊടുക്കുകയായിരുന്നു അവർ വ്യാഖ്യാനിച്ച് വലുതാക്കിയ ശുദ്ധീകരണ കർമ്മങ്ങൾ. ഇവിടെയാണ് മിശിഹ കടന്നു വന്നിട്ട് പറയുന്നത്, ഇന്നു മുതൽ ഒരു യഹൂദ പ്രമാണിമാരോ ഒരു നിയമജ്ഞനോ ഒരു പുരോഹിതനോ മുദ്ര വെച്ച കാളയോ ആടോ പ്രാവോ വെള്ളമോ ഒന്നുമല്ല നിങ്ങളെ വിടുവിക്കാൻ പോകുന്നത്, മറിച്ച് ഞാൻ തന്നെ നേരിട്ടാണ്
നിങ്ങളെ വിടുവിക്കാൻ പോകുന്നത്. എൻ്റെ രക്തമാണ് നിങ്ങളെ വീണ്ടെടുക്കാൻ പോകുന്നത്, വിടുവിക്കാൻ പോകുന്നത്, നിങ്ങളെ ശുദ്ധീകരിക്കാൻ പോകുന്നത്. അങ്ങനെ കരിഞ്ഞുണങ്ങിയ വരണ്ട ഭൂമിയിൽ നനയ്ക്കാതെ ഊർന്നു പെയ്ത മഴത്തുള്ളി കണക്കെ മിശിഹ അവൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ ഒരു സൂചനയാണ് സമയം. ഈയിടെ സമാധി ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ലുക്കിൻ്റെ പേരിൽ വൈറലായ ഒരു ചെറുപ്പക്കാരനാണ് സബ് കളക്ടറായ OV ആൽഫ്രഡ്. എന്തോ വേറിട്ട് ഒന്ന് സമൂഹം കണ്ടപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് പരിശുദ്ധ മറിയം യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, മകനെ അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അതായത് എൻ്റെ പബ്ലിക് മിനിസ്ട്രിയിലേക്ക് ഞാൻ ഇറങ്ങാനുള്ള സമയം ഇനിയുമായിട്ടില്ല. ഞാനിവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഞാൻ നോട്ട് ചെയ്യപ്പെടും, സമൂഹം എന്നെ ശ്രദ്ധിച്ചു തുടങ്ങും. അതായത് പബ്ലിക് മിനിസ്ട്രി ഈശോ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ പീഡാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ഒരു രംഗത്തിൽ പരിശുദ്ധ മറിയത്തെ കൊണ്ടെന്ന് വെക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉള്ള ഒരു റോളിനെ പറ്റി പറയാനും കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എത്ര വലുതാണെന്ന് നമ്മളെ കാണിച്ചു തരാനും കൂടിയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു എക്സാം ഹോളാണ് വെന്യൂ. കാനായിലെ വിവാഹ വിരുന്നിന് ദൈവശാസ്ത്ര തരങ്ങളാണ് വിഷയം. 100 കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ഇരിപ്പുണ്ട്. അതിലെല്ലാവരും എഴുതി തുടങ്ങി. ഒരു വിദ്യാർത്ഥി മാത്രം സമയം ഒത്തിരി പോയിട്ടും ഒന്നും എഴുതിയിട്ടില്ല. അവസാന സമയമായപ്പോൾ എക്സാം ഇൻവിജിലേറ്റർ പേപ്പർ കളക്ട് ചെയ്യാൻ ആ വിദ്യാർത്ഥിയുടെ അരികിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ വിദ്യാർത്ഥി പേനെടുത്തിട്ടൊന്ന് കുറിച്ച് വെച്ചു. The water met her master and she blushed forth. വെള്ളം അതിൻ്റെ കർത്താവിനെ കണ്ടു, അതിനുശേഷം അത് ചുവന്നു തൊടുത്തു, വീഞ്ഞായി മാറി. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ ആകാശ നീലിമയിൽ ഇരുണ്ട കാർമേഘങ്ങൾ വന്ന് വകഞ്ഞുകൂടുമ്പോൾ, ഇടിവെട്ടി മഴ പെയ്ത് തോർന്നതുപോലെ പ്രത്യാശകൾ തോർന്നു പോകുമ്പോൾ, നിസ്സംഗതയുടെ ഭൂമിയിൽ നമ്മളൊക്കെ അകപ്പെടുമ്പം, ജീവിതത്തിലെ കണക്കുകൂട്ടലുകളെല്ലാം അടിമുടി മാറി മറിയുമ്പോൾ, പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ അവൻ്റെ പക്കലേക്ക് പോകണം, അവൻ പറയുന്നത് കേൾക്കണം, അവൻ പറയുന്നത് പോലെ ചെയ്യണം. അപ്പോൾ എല്ലാം തകർന്നെന്ന് നാം ഉറപ്പിച്ച നിമിഷങ്ങളെ വകഞ്ഞു മാറ്റി അവൻ നമ്മുടെ പക്കലേക്ക് വരും. നമ്മുടെ ജീവിതങ്ങളും ചുവന്നു തുടുക്കും, ഒരു പുതുവീഞ്ഞ് പോലെ അതായിത്തീരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.